അതുകൊണ്ട് തന്നെ GCC-യിലെ പ്രതിസന്ധി എന്ന് പറയുമ്പോൾ അവിടെ വളരെ സമാധാന അന്തരീക്ഷത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന നാടുകളാണ്. അപ്പോൾ ഈ യുദ്ധം ഇപ്പുറത്ത് നീണ്ടുപോവുക എന്നത് ആശങ്കയും നീണ്ടു നിൽക്കും എന്നതിൻ്റെ ഒരു സൂചനയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നില്ലേ? അത് ഉണ്ടാക്കുന്ന ഒരു അൺസർട്ടനിറ്റി, അനിശ്ചിതത്വം എന്തായിരിക്കും? അത് അവിടുത്തെ പ്രവാസി സമൂഹത്തെ അടക്കം കച്ചവട മേഖലയൊക്കെ ആ നിലയ്ക്ക് ഒരുതരം ആശങ്കയിലെ ഒരു മുൾമുനയിൽ നിർത്തുന്നുണ്ടോ? അർത്ഥത്തിലുള്ളൊരു പ്രശ്നങ്ങൾ നമുക്ക് അങ്ങനെ വിലയിരുത്താൻ സാധ്യമല്ല. പക്ഷെ അതേസമയം പിന്നെ സ്വാഭാവികമായിട്ടും ഈ അനിശ്ചിതത്വം പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രതികരണം ലോകത്തെ പല ജനതയും ഒരുമിച്ച് നേരിടേണ്ടി വരും. കാരണം ഇന്ധന വിലവർധന എന്നതൊരു യാഥാർത്ഥ്യമായിരിക്കും. ചരക്ക് കടത്ത് സ്വാഭാവികമായിട്ടുള്ള ചില പ്രതിസന്ധികളുണ്ട്. പക്ഷേ UAE അധികൃതർ ഇന്നലെ വൈകിട്ട് വിളിച്ചു നടത്ത വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയ ഒരു കാര്യം, ഒരു 6 മാസം വരെയുള്ള ഭക്ഷ്യവസ്തുക്കളെ കുറിച്ച് നിങ്ങൾ ആവലാതിപ്പെടേണ്ടതില്ല. അത്രമാത്രം സ്റ്റോക്ക് ചെയ്യാനും സാധനങ്ങൾ ലഭ്യമാക്കാനുമുള്ള എല്ലാ നടപടികളും തങ്ങൾ കൈകൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിലുള്ള പിന്നെ ഒരു പ്രതിസന്ധിയോ ഭക്ഷ്യമേഖലയിലോ മറ്റേതെങ്കിലും രംഗത്തോ ആ ഒരു പ്രതിസന്ധി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്ന് തന്നെ UAE അധികൃതർ വാർത്താ സമ്മേളനത്തോടെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും പിന്നെ ഇത് അനിശ്ചിതത്വം മുന്നോട്ട് പോകുമ്പോൾ പിന്നെ എണ്ണവിലയിൽ വർധന ആഗോള വിപണിയിൽ ഉണ്ടാവുന്നുണ്ട്. അത് $50 മുകളിലേക്ക് എത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ദ്രവീകൃത ഇന്ധനത്തിന്റെ വിലവർധന ഒറ്റ ദിവസം കൊണ്ട് 30 അതിലധികം ശതമാനമാണ് യൂറോപ്യൻ വിപണിയിലൊക്കെ വർദ്ധിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ ചരക്ക് പിന്നെ വരവ് സ്വാഭാവികമായിട്ടും ഹോർമസ് കടലിടുക്ക് അടച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യം, അതോടൊപ്പം തന്നെ ആ മേഖലയിൽ സംഘർഷം തുടരുന്ന ഒരു സാഹചര്യം. ഇന്നലെ ഇപ്പോൾ അമേരിക്ക വ്യക്തമാക്കിയത് 17 ഇറാന്റെ കപ്പലുകൾ തങ്ങൾ കടലിൽ മുക്കിയിട്ടുണ്ട് എന്നാണ്. അതോടൊപ്പം തന്നെ ഇറാന്റെ ഭാഗത്തുനിന്നും ശക്തമായിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഏതാണ്ട് 2 കപ്പലുകൾക്ക് ഈ മേഖലയിൽ വെച്ചുകൊണ്ട് ആക്രമണം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ അതിലെല്ലാ ജീവനക്കാരും സുരക്ഷിതമാണെന്ന് കൂടി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സംഘർഷം നിലനിൽക്കുന്നതുകൊണ്ട് അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികൾ പലതും ഈ കപ്പൽ പാതയിലൂടെയുള്ള യാത്ര ഒഴിവാക്കിയിരിക്കുകയാണ്. അപ്പോൾ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ സംഘർഷം, ആ യുദ്ധം ഇനി നീളുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പിന്നെ വ്യാപാര, വാണിജ്യ, നിക്ഷേപ മേഖലകളെ പ്രതികൂലമായി ബാധിക്കും. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ പൊടുന്നനെ അതിൻ്റെ ഒരു പ്രതികരണം ഇല്ലാതിരിക്കാൻ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷ്യമേഖലയിലെ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണമുണ്ട്. പക്ഷേ ചില ഉൽപ്പന്നങ്ങൾക്ക്, പ്രത്യേകിച്ച് പച്ചക്കറി ഉൽപ്പന്നങ്ങൾക്കൊക്കെ ചില വിപണികളിൽ വില വർദ്ധിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ തന്നെ പുറത്തു വരുന്നുമുണ്ട്. അത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ എങ്കിലും ഇത് യുദ്ധം നീളുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങളിലേക്ക് അത് പോകുമെന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ അത്തരം ആശങ്കകളൊന്നും തന്നെ ഈ രാജ്യങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നം നിലനിൽക്കുന്നില്ല. ശരി, ഓക്കെ. ഇപ്പം ഇറാന്റെയും ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഈ ആക്രമണത്തിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ്? MCA അവിടെ 2000-ഓളം കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി എന്ന് അമേരിക്ക പറയുകയാണ്. ഇറാന്റെ കേപ്പബിലിറ്റീസിനെ എന്തുമാത്രം നശിപ്പിക്കാൻ കഴിയുന്നു എന്നാണ് അമേരിക്കയുടെ ഒരു വിലയിരുത്തൽ. അപ്പോൾ ഇറാന്റെ പ്രതിരോധത്തിലും ഇസ്രായേലിലേക്ക് നടത്തുന്ന ആക്രമണമായാലും GCC-യിലേക്ക് നടത്തുന്ന ആക്രമണമായാലും അതിന്റെ തോത് കുറയ്ക്കാൻ, അവരുടെ പ്രതിരോധത്തിന്റെ പഴയ ഒരു ആവേശത്തെ തണുപ്പിക്കാൻ കഴിയും വിധമുള്ള അറ്റാക്ക് ഇപ്പോൾ ഇറാനിൽ നടക്കുന്നുണ്ടോ? എന്താണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട്സ്? എന്താണ് നിഷാദ്? ഇസ്രായേലിന് നേർക്കുള്ള ആക്രമണത്തിൽ ഒരു കുറവും വന്നിട്ടില്ല. കാരണം നിരന്തരമായിട്ട് ഏറ്റവും നവീനമായിട്ടുള്ള മിസൈലുകളാണ് പിന്നെ ഇസ്രായേലിൻ്റെ പിന്നെ വിവിധ ഭാഗങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ അയച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അല്പം മുമ്പും തെല്ലവീവിലും അതോടൊപ്പം തന്നെ മറ്റു ഇസ്രായേൽ നഗരങ്ങളിലും ജെറൂസലം ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ വലിയ പ്രകമ്പനവും സ്ഫോടനവും വരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേലിന് നേർക്കുള്ള ആക്രമണം വളരെ ശക്തമായി തന്നെ ഇറാൻ തുടരുന്നു എന്നാണ് പിന്നിട്ട മണിക്കൂറുകളിലുള്ള ഈ പിന്നെ മിസൈൽ ആക്രമണങ്ങൾ, ഡ്രോൺ ആക്രമണങ്ങൾ ഒക്കെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ലബനാനിൽ നിന്നും ഇന്നലെ രാത്രി നിരവധി മിസൈലുകൾ ഇസ്രായേൽ നഗരങ്ങളുടെ ഉറക്കം കെടുത്തുമാറി വന്നിരുന്നു. അതേ തുടർന്ന് കൂടുതൽ ശക്തമായിട്ടുള്ള പ്രത്യാക്രമണം ഇസ്രായേൽ ലബനാന് നേരെ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പിന്നെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഏതാണ്ട് 30,000 മുതൽ 40,000-ഓളം പേരാണ് ഇപ്പോൾ അഭയാർത്ഥികളായിട്ട് ലബനാനിൽ മാറിയിരിക്കുന്നത്. കാരണം അതിർത്തി പ്രദേശങ്ങളിലേക്ക് ഇസ്രായേൽ കരസേനയെ അയച്ചതോടുകൂടി
വന്നതോടുകൂടി ആ പ്രദേശങ്ങളിൽ നിന്നൊക്കെ അവിടെ പിന്നെ അധിവസിച്ചിരുന്ന സാധാരണ ജനങ്ങളെ പൂർണ്ണമായിട്ടും ആട്ടിയോടിക്കുന്ന ഏറ്റവും ക്രൂരമായിട്ടുള്ള അനുഭവങ്ങളാണ് ലബനാനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. അതോടൊപ്പം തന്നെ ബെയ്റൂത്ത്, ദക്ഷിണ ലബനാന്റെ വിവിധ പ്രദേശങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് ഇസ്രായേലിന്റെ ആക്രമണം നടക്കുന്നുണ്ട്. അമേരിക്ക നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനകം തന്നെ 2000-ലധികം ഇറാൻ കേന്ദ്രങ്ങളിൽ ഏതാണ്ട് 33 പ്രവിശ്യകളിലേക്കും ആക്രമണം നീണ്ടു എന്നാണ് അമേരിക്ക വ്യക്തമാക്കുന്നത്. അതേ തുടർന്നാണ് ഇപ്പം ഈ ഷിപ്പിംഗ് മേഖല അല്ലെങ്കിൽ നാവിക മേഖലയിൽ ഇറാന്റെ സൈനിക ശേഷി പരമാവധി ലഘൂകരിക്കാനാണ് ഇപ്പോൾ തങ്ങൾ ശ്രമം നടത്തുന്നത്. അതോടൊപ്പം തന്നെ ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങളിൽ നടന്ന എല്ലാ ആക്രമണവും വിജയകരമായിരുന്നുവെന്ന് US സെൻട്രൽ കമാൻഡ് അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ആയുധത്തിന്റെയും